വെൽക്കം ബാക്ക് ഗെയ്സ്. നമ്മളിന്ന് കളിക്കാൻ പോകുന്ന തെക്കൈലൻഡ് എന്ന് പറഞ്ഞാൽ മലയാളികൾ കണ്ടുപിടിച്ചൊരു ഗെയിമാണ്. അപ്പോൾ മലയാളികൾ കണ്ടുപിടിച്ച ആദ്യത്തെ ഒരു ഗെയിമാണ് എന്താണെന്ന് തോന്നുന്നത്. അപ്പോൾ നമുക്കൊന്ന് കളിച്ച് നോക്കാം. ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്. അപ്പോൾ ഗെയിമിലേക്ക് പോകാം. ഒരു ചുമന്ന കല്ല് ആ മണ്ണിൽ പതിച്ച ദിവസം ആ നാടിൻ്റെ വിധി മാറി. അപ്രതീക്ഷിത മരണങ്ങൾ, കാരണങ്ങളില്ലാത്ത നിലവിളികൾ, ഭയത്തിൻ്റെയും മരണത്തിൻ്റെയും നടുവിൽ ജനങ്ങൾ പോറ്റിയുടെ അടുക്കലെത്തി. ഒരു ഗെയിമിൽ ഒരു മലയാളം സൗണ്ട് ആദ്യമായിട്ടാണ് ഗൈസ് ഞാൻ കേൾക്കുന്നത്. പക്ഷേ പോറ്റിയുടെ കണ്ണുകളിൽ ആ ഭയം തീരെ ഉണ്ടായില്ല. ആ ശക്തിയെ നിയന്ത്രിക്കാമെന്ന തികഞ്ഞ ആത്മവിശ്വാസത്തോടെ കല്ല് പതിച്ച സ്ഥലത്തേക്ക് പോറ്റി നടന്നു. മന്ത്രങ്ങൾ മുഴങ്ങി, അഗ്നി ഉയർന്നു. വിറച്ചുപോയ ആ ചുമന്ന ശക്തിയെ പോറ്റി തൻ്റെ രൂപകൃതിയിലേക്ക് ആവാഹിച്ചു. പക്ഷേ ശക്തിയെ മുഴുവനായി ബന്ധിച്ചു എന്ന് കരുതിയെങ്കിലും അതവിടെ അവസാനിച്ചിരുന്നില്ല. വീടിനകത്തെല്ലാം സാധാരണമായിരുന്നു. ചിരികളും ബന്ധങ്ങളുടെ ചൂടും ഒരു നിമിഷത്തേക്ക് ആ വീടിനെ നിറച്ചു. പക്ഷെ അവർക്കറിയാതെ അവരുടെ സമാധാനത്തെ നോക്കി മറ്റൊന്ന് കാത്തുനിന്നിരുന്നു. വൈകാതെ തന്നെ ആ ശക്തി തൻ്റെ ഇടം കണ്ടെത്തി. ഒരു ശരീരം ഇപ്പോൾ അതിൻ്റെ അധീനതയിലായിരിക്കുന്നു. രക്തബന്ധങ്ങൾ പോലും അതിൻ്റെ മുമ്പിൽ നിലനിന്നില്ല. ഒരിക്കൽ ചേർന്നിരുന്നതെല്ലാം അവിടെ തന്നെ തകർന്നു വീണു. അവനെ ചുറ്റിയ നിശബ്ദത ഭാരം കൂടിയതുപോലെ തോന്നി. പിരിഞ്ഞു നോക്കുമ്പോഴേക്കും ആ നിശബ്ദത പോറ്റിയെയും പിഴുങ്ങി. അങ്ങനെ പുറത്തുനിന്ന് ആരും എത്താതിരിക്കാനായി ആ ഇല്ലം ചുറ്റും വെള്ളം നിറഞ്ഞു. പിന്നീട് അവിടെ നിറഞ്ഞിരുന്നത് നിശബ്ദതയല്ല, അവസാനിക്കാത്ത ഒരു കാത്തിരിപ്പായിരുന്നു. സാമ്പത്തിക വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് വിപണിയിൽ 10 ഗ്രാം സ്വർണത്തിന് ഏകദേശം 1800 രൂപയ്ക്കാണ് വില രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഗുരുതരമായ കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട് വർഷങ്ങളായി അന്വേഷിക്കപ്പെട്ടു വരുന്ന സുരേന്ദ്രക്കുറുപ്പ് ഇപ്പോഴും പിടിയിലായിട്ടില്ല. സംഭവത്തിന് ശേഷം സുരേന്ദ്രക്കുറുപ്പ് ഒളിവിൽ പോയതായാണ് അന്വേഷണ ഏജൻസികളുടെ കണ്ടെത്തൽ. മറ്റൊരു നിർണായകമായ കേസിലേക്കാണ് നമ്മൾ ശ്രദ്ധ തിരിക്കുന്നത്. അന്വേഷണ പത്രപ്രവർത്തകയായ ഇന്ദിര, 30 വയസ്സ്, കഴിഞ്ഞ 2 ആഴ്ചയായി കാണാതായിരിക്കുകയാണ്. അവസാനമായി കണ്ടത് ജോലി ചെയ്തിരുന്ന ഓഫീസിൽ നിന്നാണ്. സംശയകരമായ ഒരു കേസുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം ക്രമീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ദിരയെക്കുറിച്ച് വിവരങ്ങൾ ഉള്ളവർ അധികൃതരുമായി ബന്ധപ്പെടണമെന്ന് പോലീസ് അറിയിച്ചു. നമ്മൾ ഉറക്കം എഴുന്നേറ്റെന്ന് തോന്നുന്നു. ഇത് നമ്മുടെ വീടാണ് ഗൈസ്. കേരള സ്റ്റൈൽ അലമാരി, കേരള സ്റ്റൈൽ കലണ്ടർ, ഒരു തറവാട് പോലുണ്ടല്ലേ. ഓ, ഇത് പണ്ടത്തെ പ്രിന്റർ, ചായ. ഇതെന്തോ പാട്ട് കേൾക്കുന്നുണ്ടോ? എങ്ങനെയാണ് കൺട്രോൾ സൂപ്പർ. ആ ഗ്രാഫിക്സ് നോക്കി. നമ്മൾ ഈ വീട്ടിൽ നിന്ന് എങ്ങോട്ടാണ് പോകണ്ടേ? 1984 ഒരു കലണ്ടർ ആണ്. സച്ചിൻ്റെ ബാറ്റ്, സച്ചിൻ്റെ ഫോട്ടോ. ഓ, അമ്പലം. വീടിനകത്ത് അമ്പലം. ഇതാരാ? കൃഷ്ണൻ. എന്തോ പഴം, മേശയുണ്ടല്ലോ. എന്തോ ഇതിനകത്ത് നമ്മുടെ ഇന്ത്യൻ സ്റ്റൈല്. പത്രം, കുറേ സാധനങ്ങൾ,
ഈ ഫാനൊക്കെ ഒന്ന് ഓഫാക്കടേ, കറണ്ട് ബില്ല് കൂടും. നമ്മുടെ മിഷൻ എന്ത് ഈ ഗെയിമിനകത്ത്? ഈ വീട് ആദ്യം ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ ഫുള്ള്. ഈ ഇന്ത്യൻ ഹൗസിലേക്ക് അടുക്കളയിൽ ഈ പാത്രങ്ങളൊക്കെ നിരത്തി വെച്ചേക്കുന്ന പോലല്ലേ. ഇവിടെ ഒരു കഥ ഉണ്ട്. ഇവിടെ അകത്ത് എന്തുവാ? പിക്കപ്പ്. ഈ ബുക്ക് പിക്കപ്പ് ചെയ്യണോ? ഇവിടെ കുറേ ബുക്ക്. ആരാ ഈ വലിച്ചു വാരി ഇട്ടേക്കുന്ന ഈ ബുക്കെല്ലാം? ഇതെന്തുവാ? ഇവിടെ കുറേ ബുക്കുണ്ട്. ബുക്സ് ചെയ്യാൻ ഒരു പെട്ടി ഉണ്ട് കേസ് അവിടെ. അപ്പം അവിടെ ഈ ബുക്കെല്ലാം കൊണ്ടിടണം. സമയമില്ല, നമുക്ക് ഇതെല്ലാം എളുപ്പം കൊണ്ടിടണം. ഇവിടെ എന്തൊരു മാപ്പ്? താണ്ടൊരു മാപ്പ്. ഇവിടോട്ട് നമ്മൾ പോകണോ? ഒരു ഐലൻഡ്. ഇനി ഈ ഐലൻഡാണോ തെക്ക് ഐലൻഡ്? ഓ, നമ്മുടെ വീട് തോണ്ട് ആ കടലിൻ്റെ അപ്പുറത്ത് ഐലൻഡ്. അപ്പോൾ നമുക്ക് ഐലൻഡിലോട്ട് പോകണമായിരിക്കും. എനിക്ക് ഐലൻഡിലോട്ട് പോകണം. എന്ത് വീടിൻ്റെ ആധാരമോ? ലൈസൻസ് പേപ്പർ. വണ്ടിയുടെ ലൈസൻസ് ആണ്. ഇനി വേറെ എന്തുവാ? ഇവിടെ എല്ലാ ഇലക്ട്രോണിക് ഉപകരണങ്ങളോ. പിന്നെ ഇവരെന്ത്? നമുക്ക് ഐലൻഡിലോട്ട് പോകണമല്ലോ. അവൾ എവിടെ? ഒരു ഗെയിമിൽ മലയാളത്തിലെ ടെക്സ്റ്റ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അവൾ എവിടെ? ആര്? ഓ, നമ്മൾ ആദ്യം കാണിച്ച പോലെ ആ നമ്മുടെ ഭാര്യ ഇന്ദിര. ഓ, നമ്മളപ്പോൾ ഇന്ദിരയെ കണ്ടുപിടിക്കാൻ ആ ഐലൻഡിലോട്ട് പോകണം. കൃഷ്ണ, നീ എന്നെ കൈവിടല്ലേ. എന്തോ നിന്റെ ഭാര്യ ഇവിടെ ഉണ്ട്. എവിടെ? ഇനി ഈ ലൊക്കേഷൻ ആയിരിക്കുമോ നമ്മൾ അന്വേഷിക്കുന്ന ആ ഐലൻഡ്? ഇതെല്ലാം കൂടെ കൂട്ടി വെച്ചാൽ നമ്മുടെ ഭാര്യ ആ തെക്ക് ഐലൻഡിൽ ഉണ്ടെന്നാണോ? ആണാണ്. നമുക്കപ്പോൾ ആ ഐലൻഡിലോട്ട് പോകണം എളുപ്പം. എന്തുവാ? ആഡ് ടു ഇവൻ്ററി. കാർ കീ നമ്മളെ കാറിൻ്റെ കീ ആണ്. അന്ന് കാറൊക്കെ ഉണ്ടോ? 1984 കാണുമായിരിക്കും. ഡോർ തുറന്നു. നമ്മൾ വീട്ടിൽ നിന്ന് നമ്മളപ്പോൾ ആ ഐലൻഡിലോട്ട് പോവാ ഗൈസ്. എൻ്റെ മോനെ, എൻ്റെ മോൻ ഇത്രയും നല്ല ഗ്രാഫിക്സോ? ആദ്യമായിട്ടോ എഴുതിയേക്കുന്നത്? തെക്കേടത്ത്. എൻ്റെ മോനെ, അയാളെ കണ്ടോ? മീശ. നമ്മളാണിത്. നമ്മൾ ആ ഐലൻഡിലോട്ട് പോവുക. ഗ്രാഫിക്സ് ഉണ്ടോ ഗൈസ്? നമ്മുടെ മലയാളികൾ ഡെവലപ്പ് ചെയ്തൊരു ഗെയിമാണ്. ഓ, സൂപ്പർ. ഇതുവഴി നീന്തി പോകണം. എന്ത് ബോട്ടുണ്ടോ അതോ തോണിയോ? എന്തായാലും നമുക്ക് ആ ഐലൻഡിൽ പോകണം. അയ്യോ, ഇവിടുന്ന് ബോട്ട് വല്ലതും ഉണ്ടോ? നമുക്ക് ഈ ചുറ്റുപാടൊക്കെ ഒന്ന് നിരീക്ഷിക്കുന്നു. മല. എൻ്റെ മോനെ, ഇവിടെ എന്താ? അതുകൊണ്ട് ഗൈസ് ഒരു ബോട്ട് കിടക്കും. നമുക്ക് ആ ബോട്ട് എടുത്ത് അങ്ങോട്ട് തുഴഞ്ഞു പോകണമായിരിക്കും ഗൈസ്. അപ്പോൾ രണ്ടാമത്തെ പാർട്ടി നമ്മൾ ഐലൻഡിലോട്ട് പോകുന്നതൊക്കെ നമുക്ക് കളിക്കാം. അപ്പോൾ ഈ ഫസ്റ്റ് പാർട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. അപ്പോൾ ബൈ.